എന്ത് പറ്റി? കറവക്കാരൻ വരുന്നതിന് മുമ്പ് ശുദ്ധമായ പശുവിൻ പാല് കറന്നെടുക്കാൻ വേണ്ടി കൊച്ചൗസപ്പിന്റെ തൊഴുത്തിലോട്ടൊന്ന് കയറിയതാ. കളരിപ്പയറ്റ് പഠിച്ച പശുവാന്ന് തോന്നുന്നു. ഞെരിഞ്ഞമർന്ന് കാല് വലിച്ച് കറക്റ്റ് മർമ്മസ്ഥാനത്ത് തന്നെ ചവിട്ടി. ഈ പശുക്കളെല്ലാം പുരുഷ വിദ്വേഷികളാണെന്ന് തോന്നുന്നു. മുല തൊടാൻ സമ്മതിക്കുന്നില്ല. ഈ നാൽക്കാലികളെക്കാൾ എത്രയോ ഭേദം നമ്മുടെ ഇരുകാലികൾ. എന്റെ ദൈവം, എന്റെ തലയിലെടുത്തു. എന്തു പറ്റി? കെട്ടിയോ മണ്ടിടിച്ച് എത്തേനാ കയ്യാലയിലെ തങ്കമണിക്ക് 8 ലക്ഷം രൂപ കിട്ടിയത്. എനിക്കും ഉണ്ടല്ലോ ഒരെണ്ണം. ദാ ഇരിക്കുന്നു. തേക്ക് വടക്ക് നടക്കാനല്ലാതെ. ചേട്ടത്തിക്ക് എന്താ പറ്റിയത്? ഒന്നും പറയണ്ടോ. അവളുടെ കൂട്ടുകാരി തങ്കമണിക്ക് അവളുടെ കെട്ടിയോ മണ്ടിടിച്ചതിന്റെ പേര് കിട്ടേണ്ട നഷ്ടപരിഹാര തുക 8 ലക്ഷം രൂപ ഇന്നലെയാ കിട്ടിയത്. അതിന്റെ ദേഷ്യോടോ അവൾക്ക് എന്നോട്. ചേട്ടത്തെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപരിഹാര തുക 8 ലക്ഷം രൂപ, അതും ഈ പ്രായത്തിൽ കിട്ടുക എന്ന് വെച്ചാൽ ആരാശിക്കാത്തത്. ഇത് കൊള്ളാലോ. ഇതേത് അവതാരം? ഓ, മനസ്സിലായി. ഇവനാണ് അവൻ, കോച്ച്. സ്കോച്ചാ? ഓ, സ്കോച്ച് അല്ല, കോച്ച്. ഓട്ടക്കാരിയെ ചാട്ടം പഠിപ്പിക്കാൻ നിയോഗിച്ച പുതിയ സ്കോച്ച്. ഇങ്ങനെ പോയാൽ ഈ പെണ്ണിന്റെ കാര്യം എവിടെ ചെന്ന് അവസാനിക്കുവോ ആവോ. നന്നായിട്ട് ഓടിച്ചാടി നടന്ന പെണ്ണായിരുന്നു. ഇനി സിറിഞ്ച് ഉത്തേജനമൊക്കെ ആയിട്ട് വഴിതെറ്റാതിരുന്നാ മതിയായിരുന്നു. കോച്ചിന്റെ ഈ പ്രായം അത്ര പന്തി അല്ലല്ലോ. കോച്ചൊടുവിലൊരു കോച്ച് വില ആവൂ. ഉതുപ്പേട്ട. ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. മോള് പറഞ്ഞു ആളാകെ മാറിപ്പോയെന്ന്. കൊച്ചുനാളത്ത് ആ ഭംഗിയൊക്കെ പോയി. ഇപ്പൊ ഒരു മുരടൻ രൂപമാണെന്ന്. എന്താ അവന് കുഴപ്പം? ആ, അപ്പൊ ഇതാണല്ലേ ചേച്ചി പറഞ്ഞ സ്റ്റാമ്പ്? അല്ല, അതെന്തിനാ അമ്മച്ചി സ്റ്റാമ്പ് എന്ന് വിളിക്കുന്നേ? മിണ്ടാരിയടി. പ്ലീസ് അമ്മച്ചി അതൊന്ന് പറ. അപ്പൊ ആ ചരിത്രമൊക്കെ ചേച്ചി വിളമ്പിയല്ലേ? അതൊരു കഥയാ മോളെ, വാ. പണ്ട് നിന്റെ ചേച്ചി പനി പിടിച്ച് മരിക്കാൻ വേണ്ടി ഇവന്റെ അച്ഛന്റെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാമ്പ് മോഷ്ടിച്ച് കവലയെ കൊണ്ടുപോയി വിറ്റ് അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ട ബിരുദനാ ഇവൻ. സ്കൂളിലെ ഓട്ട മത്സരത്തിന് നിന്റെ ചേച്ചി പങ്കെടുക്കാതിരിക്കാൻ അന്ന് വീണ പേരാ സ്റ്റാമ്പ്. അല്ല, നിനക്ക് അമ്മയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. അല്ല, ആളെവിടെ? ഇന്ത്യയുടെ സുവർണ്ണ നേട്ടം അകത്ത് മൂടിപ്പറിച്ച് കിടന്ന് ഉറങ്ങുവാ. അത് ശരി. രാവിലെ നേരത്തെ എണീറ്റ് പ്രാക്ടീസ് തുടങ്ങുന്ന എന്നോട് പ്രോമിസ് ചെയ്ത്. ഈ ഉറക്കം അത്ര ശരിയല്ലല്ലോ. ഞാൻ നോക്കട്ടെ. You can relax. ഈ പ്രാക്ടീസിന് സിന്തറ്റിക് ട്രാക്സിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ്. നീ ജനിച്ചു വളർന്ന ഈ കുന്നും മലയൊക്കെ. യു ഷുഡ് ഫീൽ ദ വിൻഡ്. നല്ല ഓർമ്മകളെ മനസ്സിലെത്തിക്കാൻ നേരിയ സുഗന്ധങ്ങളെയും പേറിയെത്തുന്ന ഇവിടുത്തെ ഈ കാറ്റിന് കഴിയും. എന്റെ കർത്താവേ, ഇതെന്തു പറ്റി? ഈ മൊരടൻ രൂപത്തിലെ കവിതയോ? തന്നെ പറ്റിയപ്പോ തോമസ് സാർ പറഞ്ഞതൊക്കെ ചുമതായിരിക്കും. Get ready. Come on. Yeah. Start. Come on. മാതപ്പാ, പിന്നെ ഭക്ഷണം കഴിച്ചേച്ചാ പോകാവൂ. 7-ന് പച്ചക്കറിയല്ലേ, ഞാനില്ല. പക്ഷെ 41-ന് ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ വരും. അപ്പന്റെ അത് 41 നമുക്ക് അടിപൊളിയാക്കണം. ബീഫ് ഒലത്തിയത്, ഫിഷ് മോളി, ബീഫ് റോസ്റ്റ്, ബീഫ് ഇന്താലോട്ട് ഗംഭീരമാക്കണം. അപ്പൊ കിട്ടും 41 കാണാം. ഹലോ, ഇത് ആരൊക്കെയായത്? നീ ആളാകെ മാറിപ്പോല്ലോ. പുതുപ്പേട്ടൻ പറഞ്ഞായിരുന്നു റബേക്കമ്മാളുടെ പുതിയ കോച്ച് പോസ്റ്റ് മാഷ് കൃഷ്ണേട്ടന്റെ മോനാണെന്ന്. രണ്ടുപേരും ഓട്ടം പിടിച്ചത് സെമിത്തേരിന്ന് ഓർമ്മയുണ്ടോ? പണ്ട് നിങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോ ഞാൻ കല്ലറയിൽ മറിഞ്ഞു ഒരു ഒച്ച ഉണ്ടാക്കും. അപ്പോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് രണ്ടും കൂടെ ഒരു ഒറ്റ ഓട്ട പട്ടിക്കിട്ടേറുകൊണ്ടുപോലെ. അല്ല, ഈ അയ്യം വിജയൻ എങ്ങനെയാ നല്ലൊരു ഓട്ടക്കാരനായത്? പ്രത്യേക പരിശീലനമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലോട്ട് രാത്രി പോകുന്ന വഴിക്ക് ഒരു സെമിത്തേരി, വഴിയിൽ 3 നാടൻ പട്ടികള്. ഓട്ടക്കാരനാ, വേറെ വല്ലതും വേണം. അതെ, ഇത് ആന്റണി. ഇത് അറിയില്ലേ? പിന്നെ കൃഷ്ണൻ മാഷ്ടർ മോനല്ലേ? അതെ. അത് ഈ ആന്റണി ഒരു അണ്ടർഗ്രൗണ്ട് ഫർണിച്ചർ ബിസിനസ്സുകാരനാ. അണ്ടർഗ്രൗണ്ട് ഫർണിച്ചറോ? മലയാളത്തിൽ പറഞ്ഞ ശവപ്പെട്ടി കച്ചവടം. ഈ ആന്റണിക്ക് ഒരു കോളത്ത് കഴിഞ്ഞാൽ കർത്താവിനൊരു വലിയ മെഴുകുതിരി, എനിക്കൊരു ചെറിയ കുപ്പി. ഞാൻ
ഇതാണ്ടോ ഇതൊരു പതിവാ. അപ്പൊ അതിന് വിട്ടോ, സന്തോഷമായിട്ട് പോകും. മോനെ ജീവനോടെ ഇരിക്കുമ്പോ മോന്ത കിട്ടുന്നു കൊടുക്കാൻ പറ്റാത്ത ചില പ്രമാണിമാരുണ്ട്. അവന്റെയൊക്കെ നെഞ്ചത്ത് കയറിയിരുന്ന് അച്ചാറും കൂട്ടി ഇവനൊരെണ്ണം അടിക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ശരി വിട്ടോ. ഓക്കെ മോളെ. ഓ സോറി, ഇപ്പൊ തിരക്കാവേ. പത്ത് പൈസതാ ഇല്ല കൊല്ലി ഞാൻ. 10 പൈസ കൊടുത്തില്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഭ്രാന്തനാ അത്. 10 പൈസക്ക് ഇപ്പൊ എവിടെ പോവാനാ? 10 പൈസ തരാനാ പറഞ്ഞത്. നീ ഏഷ്യാഡ് വിന്നറാണ്, ഞാൻ നിന്റെ കോച്ചുമാണെന്ന് ഇവൻ അറിയണ്ടേ? എങ്ങനെ? വഴിയുണ്ട്. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് റെഡി. 10 പൈസതാ. Come on. എന്റെ അമ്മേ, കത്തിയായിട്ട് നിൽക്കുന്നുണ്ടപ്പോ ഞാനും ശരിക്കും കിടുങ്ങി. ഞാനയാളെ ആദ്യമായിട്ടാ കാണുന്നത്, പക്ഷെ കേട്ടിട്ടുണ്ട് അയാളെ പറ്റി. ആക്ച്വലി എന്താ ഈ 10 പൈസയുടെ കഥ? എനിക്കറിയില്ല. എന്തൊരു ഓട്ടോ ആയിരുന്നു. അതും കൂടി കഴിഞ്ഞ പിന്നെ എല്ലാം ഓക്കെ. ലെറ്റ്സ് സീ. On your marks, get ready. ഇഡിയറ്റ്സ്, അമ്മയുടെ കൂവൽ അത്ര ശരിയല്ലല്ലോ. അതാ കോളേജിലെ പിള്ളേരാ, പഴക്കിനൊന്നും പോണ്ട. വാ നമുക്ക് പോകാം. ഇക്കുറി ബാലൻ കൊണ്ടുവന്നതേ നല്ല മൂത്ത എഞ്ചിയാ. നല്ല കൈപുണ്യം ഉള്ളവനാ ബാലൻ. ബ്ലഡി ബാലൻ, അവനെ എന്റെ കൈ കിട്ടിയോണ്ടല്ലോ അവന്റെ അയ്യോ മോനെ, അത് എറിഞ്ഞു കൊടുക്കല്ലേ, വിറ്റാ 2 രൂപ കിട്ടുന്ന. അപ്പൊ അത് ശരി, അതുകൊണ്ടാണ് ഞങ്ങളെ ബീർ കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ല ഞങ്ങളുടെ ലിവറിനോടോ സ്നേഹം കൊണ്ടല്ല. കൂടെ കൊടുക്കായിട്ട് എത്തിയല്ലോ. എന്താ വരാത്തെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ആരാടും അത്? അതാ സ്റ്റാമ്പിയർക്കന്റെ തള്ളയാ, പഴയ കൂട്ടുകാരിയല്ലയോ, അടയും ചക്കരയും പോലെ. തീയത്തിയാ. ഓ ഞാൻ മിണ്ടാനൊന്നും പോവാറില്ല. ഞങ്ങള് നായന്മാരോടല്ലാതെ ആരോടും ചങ്ങാത്തം കൂടാനോ കൂട്ടുകൂടാനോ പോവാറില്ല. വെറുതെ പട്ടിണിയായത്. ജാതി തന്നെ ഐക്യമില്ല, പിന്നെങ്ങനെ ഈ മലമുട്ടിൽ ഹിന്ദുക്കൾ രക്ഷപ്പെടുക? നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണ്ട അവിടെ. എന്തിനാ? ഒരു സ്വപ്നത്തിന്റെ ചരമക്കുറിപ്പായി പത്രത്തിൽ കൊടുക്കാനാ. ഇതും കൂടി കണ്ടപ്പോ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. പച്ച പിടിച്ച് വളരേണ്ട പ്രേമത്തിന്റെ പുറത്തൂടെ ടിപ്പർ ലോറി കയറ്റിയിറക്കിയ ദുഷ്ടൻ. കിഴക്കേ മലയിലെ